ചുറുചുറുക്കോടെ പ്രചരണത്തിൽ സജീവമാവുകയാണ് പന്ന്യൻ രവീന്ദ്രൻ. തെരഞ്ഞെടുപ്പിന്റെ ലാസ്റ്റ് ഘട്ടമാണ്. ഒരു തവണ കൂടി 2005 ആവർത്തിക്കുമെന്ന് CPI, CPM, LDF ഒന്നാകെ പറയുന്നുണ്ട്. ഈ പ്രചരണങ്ങൾ കാണുമ്പോൾ, ആളുകളെ കാണുമ്പോൾ, ആളുകളുടെയൊക്കെ പ്രതികരണം കാണുമ്പോൾ ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തിന്റെ MP ആകുമെന്ന് ഉറപ്പിക്കുകയാണോ? ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അവരുടെ മുഖഭാവം എനിക്ക് അനുകൂലമാണ്. അവരെല്ലാവർക്കും എന്നെ നല്ലോണം അറിയാം, എൻ്റെ പ്രസ്ഥാനത്തെ അറിയാം. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം. ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ് ഞാൻ. അതുകൊണ്ട് അവർ ഞങ്ങളെ പിന്തുണക്കുമെന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. നമ്മൾ പ്രചരണ വാചകങ്ങളിൽ മുഴുവൻ കേൾക്കുന്നത് കോടീശ്വരന്മാർക്കിടയിലെ സാധാരണക്കാരൻ, വിശ്വസിക്കാവുന്ന പൗരൻ, വിശ്വപൗരനല്ല വിശ്വസിക്കാവുന്ന പൗരനാണ്. അത്തരത്തിലുള്ള പ്രചരണ വാചകങ്ങൾ സാധാരണക്കാർക്കിടയിൽ നിന്നുള്ള ഒരാൾ എന്ന പ്രചരണം ജനങ്ങൾക്കിടയിൽ വ്യാപകമായി സ്വാധീനിച്ചു എന്ന് കരുതാനാകുന്നുണ്ടോ? അല്ല, ജനങ്ങൾക്ക് നേരിട്ട് തന്നെ അറിയാലോ. ഇപ്പം ഇന്നലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നെ വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയി. അവരെനിക്ക് അവിടെ വെച്ചൊരു സ്വീകരണം തന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവർ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഓട്ടോറിക്ഷയിൽ ഇപ്പം കാറിലല്ലേ തെരഞ്ഞെടുപ്പിൽ പോകുന്നത്, നമ്മൾ ഓട്ടോറിക്ഷ മറന്നോ? ഞാൻ പറഞ്ഞത് ഒരിക്കലും മറക്കില്ല, എൻ്റെ ആശ്രയം നിങ്ങളാണ്. ഞാൻ ഓട്ടോറിക്ഷ കയറി അവിടെ ചെല്ലുമ്പം അവരെല്ലാം കൂടി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് സ്വീകരിച്ച്. അവർ പറഞ്ഞത് ഓട്ടോറിക്ഷയിൽ കയറുന്നൊരു സ്ഥാനാർത്ഥി വന്നിരിക്കുകയാണ്. കാരണം നമ്മളായി ജീവിക്കണം. നമ്മൾ എന്തിനാ ആർഭാടത്തിന് പുറകെ പോകുന്നത്? ശരിക്കും LDFന്റെ തിരുവനന്തപുരത്തെ കരുത്ത്. പക്ഷേ അവസാന ഘട്ടത്തെ അടിയൊഴുക്കുകൾ വളരെ പ്രധാനമാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം. അവസാന ഘട്ടത്തെ അടിയൊഴുക്കുകളും ചർച്ചകളുമെല്ലാം LDFന് അനുകൂലമാകുമെന്നാണോ കരുതുന്നത്? തീർച്ചയായിട്ടും ഒരുപാട് നുണക്കഥകളുണ്ട്. ഇന്നലെ രാത്രി എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞ്, ഇവിടെ നടക്കുന്നത് ഒരു പ്രചരണമുണ്ട്, ഇടതുപക്ഷത്തിന് വോട്ട് മാറി ശശി തരൂർ ചെയ്യുന്നു. ശശി തരൂറിന് വോട്ട് ചെയ്യുന്ന ഇടതുപക്ഷക്കാരനാണോ? ശശി തരൂർ ആരാ? ശശി തരൂർ ആയാലും രാജീവ് ചന്ദ്രശേഖരനായാലും രണ്ടാളും ജയിച്ചാൽ BJPക്ക് സന്തോഷമാണ്. രണ്ടുപേരും BJPക്ക് അനുകൂലമാണ്. കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു പ്രധാന ചർച്ച അവസാന ഘട്ടത്തിൽ BJP ജയിക്കുമെന്നൊരു പ്രചരണം വന്നു. അപ്പോൾ ന്യൂനപക്ഷങ്ങൾ കൊണ്ട് തരൂരിന് വോട്ടിട്ടു. അത് ഇത്തവണ എങ്ങനെയാണ് അത് കണക്കാക്കുന്നത്? അതാ തരൂർ ഉദ്ദേശിച്ചത്. UDF പ്രചരിപ്പിച്ചതും തരൂർ ഉദ്ദേശിച്ചും അതാണ്. ഈ വോട്ട് ഇവിടെ മറഞ്ഞു കിട്ടുന്ന ഒരിക്കലേ കാക്ക ഏകാദശി നോമ്പ് തോറ്റ് സ്വർണ്ണമാല കിട്ടും, സ്ഥിരമായി കിട്ടൂലല്ലോ. ജനങ്ങളെ ആ കാര്യം ബോധ്യപ്പെടുന്നത് നമുക്കറിയാം, നമ്മൾ ബോധ്യപ്പെടുന്നുണ്ട്. ആ ഒരു അഭ്യാസം ഇനി നടക്കില്ല. കാരണം ഇവിടെ ഏറ്റവും മുമ്പിലാണ് ഇടതുപക്ഷം. 2021 നിങ്ങൾ മറന്നു പോവുക. 2019 എല്ലാവരും മനസ്സിലുള്ളൂ. 21 അസംബ്ലി തെരഞ്ഞെടുപ്പായിരുന്നു. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 7-ൽ 6 മണ്ഡലവും നമ്മളാണ്. 1 ലക്ഷത്തിലധികം വോട്ടിൻ്റെ മെജോറിറ്റി നമുക്കുണ്ട്. 1-ാം സ്ഥാനം നമ്മളാണ്. 2-ാം സ്ഥാനമേ UDF ഉള്ളൂ. 3-ാം സ്ഥാനമാണ് BJP. ആ ലെവലിൽ തന്നെ ഇത്തവണയും ഉണ്ടാവുന്ന കാര്യം സംശയമൊന്നും വേണ്ട. നമ്മൾ നല്ല ഭൂരിപക്ഷത്തെ ജയിക്കും. ന്യൂനപക്ഷങ്ങൾ വ്യാജ പ്രചരണങ്ങളിൽ വീഴരുത് എന്ന് LDF പറയുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾ നമ്മളോട്, ഞാനിപ്പം ഭീമാപ്പള്ളിയിലൊക്കെ പോയപ്പോൾ ഉണ്ടായിരുന്നൊരു സ്വീകരണം, തട്ടമുട്ട സ്ത്രീകൾ ഒരുമിച്ച് വന്ന് സ്വീകരിച്ചു. കാരണം എന്താ? അവർക്ക് പൂർണ്ണ ബോധ്യമാണ് അവരെ സംരക്ഷിക്കാൻ ഇടതുപക്ഷമേ ഉള്ളൂ. മറ്റ് വാതകടിച്ചു പോകും. ഇടതുപക്ഷം അവരെ സംരക്ഷിക്കും. ഞാൻ എല്ലാ പ്രദേശങ്ങളിലും പോയി. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ, തട്ടമുട്ട സ്ത്രീകളും അതുപോലെ കൊച്ചു കുട്ടികൾ, മുസ്ലിം കുട്ടികൾ, അവരൊക്കെ വന്ന് സ്വീകരിക്കാൻ എന്താ വരുന്നത്? അവർക്കൊക്കെ ഒരു പൂർണ്ണ ബോധ്യമുണ്ട് ഇടതുപക്ഷമാണ് അവർക്ക് ആശ്വാസം. കാരണം മോഡി അവിടുന്ന് പറയുന്നത്, മോഡീൻ്റെ പ്രസംഗം കേട്ടില്ലേ? അദ്ദേഹം മോഡി എന്ന പ്രധാനമന്ത്രി RSSകാരൻ്റെ ശബ്ദത്തിലായി ഇപ്പോൾ സംസാരിക്കുന്നത്. അയാൾ RSS ആയിരിക്കുന്നു. ഇത് അപകടമാണ്. അതിനെ കേരളം സ്വീകരിക്കില്ല. വളരെ പ്രധാനമാണ്. കാരണം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അവസാന ഘട്ടത്തെ ചർച്ചകളും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് കഴിഞ്ഞ തവണ ഉണ്ടായതൊന്നും ഇത്തവണ ഉണ്ടാകില്ല. ഇടതുപക്ഷമാണ് ആദ്യമുള്ളത്. അവർക്ക് തന്നെ ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ് പന്ന്യൻ രവീന്ദ്രൻ പറയുന്നത്.